ഓഡിബിൾ ആണെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. ഓഡിബിൾ ആണ്, സ്ക്രീനിൽ കാണാമെങ്കിൽ. ഓക്കെ, താങ്ക് യു. യെസ്. Okay. So we will start with the Charter Act of 1853. നമ്മൾ ഇന്നലെ ചാർട്ടർ ആക്ട് ഓഫ് 1833 വരെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. വി വിൽ റെസ്യൂം ദ ഡിസ്കഷൻ ഫ്രം ദ. യെസ്, താങ്ക് യു, താങ്ക് യു. യെസ്, ഫൈൻ. 1853 ചാർട്ടർ ആക്ട് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ നമുക്കറിയാം 1833 ചാർട്ടർ ആക്ടോട് കൂടി എന്ത് സംഭവിച്ചു എന്ന് ജസ്റ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നു. 33 ചാർട്ടർ ആക്ടിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണ്? പൂർണ്ണമായിട്ടും കമ്പനിയുടെ കച്ചവട സംബന്ധമായ കുത്തകാവകാശം 1833 ചാർട്ടർ ആക്ടോട് കൂടി അവസാനിക്കുകയാണ്. സോ കമ്പനി കച്ചവട സംബന്ധമായ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്ന് ഭരണ സംബന്ധമായ ഒരു കൊമേഴ്ഷ്യൽ അധികാരങ്ങളെല്ലാം അവസാനിക്കുന്നു. കമ്പനി പൂർണ്ണമായും ഇനി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയാൽ മതി, ഒരു ഭരണ സംബന്ധമായ അതോറിറ്റി ആയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ഭരണ സംബന്ധമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കമ്പനി ഒരേ സമയം രണ്ട് കാര്യങ്ങളാണ് പെർഫോം ചെയ്യേണ്ടത്. ഒന്ന്, കമ്പനി ഒരു ലെജിസ്ലേറ്റീവ് ബോഡിയായി ആക്ട് ചെയ്യേണ്ടി വരുന്നു. രണ്ടാമത്തേത്, കമ്പനി ഒരു എക്സിക്യൂട്ടീവ് ബോഡിയായും ആക്ട് ചെയ്യേണ്ടി വരുന്നു. ഒരേ സമയം ലെജിസ്ലേറ്റീവ് അറ്റ് ദ സെയിം ടൈം എക്സിക്യൂട്ടീവ് ബോഡിയായി ആക്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടത്. സോ പൂർണ്ണമായും കമ്പനിയുടെ അധീന പ്രദേശങ്ങളിലെ എക്സിക്യൂട്ടീവ് ആസ് വെൽ ആസ് ദ ലെജിസ്ലേറ്റീവ് പവേഴ്സ് സ്റ്റാർട്ടഡ് or has got completely centralized with an authority, and that authority is the Governor General of India. അപ്പോൾ ഡെസിഗ്നേഷനിൽ മാറ്റം വരുന്നു. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി മാറുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ആദ്യമായി ഒരു ഇന്ത്യക്കൊരു ഏക ഭരണാധികാരി എന്ന ആശയത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ചാർട്ടർ ആക്ട് ഓഫ് 1833 ആണ്. അതുപോലെ നമ്മൾ റെഗുലേഷൻസ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ കൂടുതൽ എൻഫോഴ്സിബിലിറ്റി ഉള്ള ആക്ടുകൾ എന്നറിയപ്പെടുന്നു. സിവിൽ സർവീസസ് ഒരു തുറന്ന മത്സര പരീക്ഷയാക്കാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷെ ആ ശ്രമം പരാജയപ്പെടുന്നു. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അതിനെ നെഗേറ്റ് ചെയ്യുന്നു എന്നതാണ് വസ്തുതയായി മാറുന്നത്. ആൻഡ് 1833 പ്രകാരം നേരത്തെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ 3 പേരായിരുന്നു. നമ്മൾ ഓൾറെഡി പിറ്റ്സ് ഇന്ത്യ ആക്ട് പഠിച്ചപ്പോൾ എങ്ങനെയാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് നമ്മൾ പഠിച്ചതാണ്. റെഗുലേറ്റിംഗ് ആക്ടിൽ 4 ഉണ്ടായിരുന്നു. പിറ്റ്സ് ഇന്ത്യ ആക്ടിലേക്ക് വന്നപ്പോൾ അത് 3 ആയി. വീണ്ടും 1833 ചാർട്ടർ ആക്ടിലേക്ക് വന്നപ്പോൾ വീണ്ടും 4 ആയി. അതായത് പുതുതായി ഒരു നിയമാംഗം കൂടി ആഡ് ചെയ്യപ്പെടുന്നു. ആൻഡ് ദാറ്റ് പേഴ്സൺ ഇസ് ദ ഫേമസ് ലോർഡ് മെക്കാളെ. So he was the law member, the first law member, and the first law commission was also under the chairmanship of Lord Macaulay. So that was where we have stopped the discussion yesterday. Now അവിടെ നിന്ന് കാര്യങ്ങൾ ആരംഭിക്കുകയാണ്. 1853 ചാർട്ടർ ആക്ട്. So we are going to discuss about the Charter Act of 1853. The Charter Act of 1853. Fine. So this will be the area of concentration for today. So as I have already told you, the Governor General of India was having 2 types of functions. അല്ലെ? Governor General of India രണ്ട് തരത്തിലുള്ള ഫങ്ഷൻസ് ആണ് പെർഫോം ചെയ്യേണ്ടിയിരുന്നത്. And one is executive function and the other one is legislative function. Isn't it? Executive as well as the legislative function. Now, both these types of functions were centralized with the Governor General of India. അല്ലെ? 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഈ രണ്ട് അധികാരങ്ങളും ആരുടെ കയ്യിൽ തന്നെയായിരുന്നു?
ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കൈകളിൽ തന്നെയായിരുന്നു. Now, to perform the legislative functions, a new body was established, and this body is known as the Indian Legislative Council. ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പേര് നൽകിക്കൊണ്ട് നിയമനിർമ്മാണ അധികാരങ്ങൾ പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഒരു ലെജിസ്ലേറ്റീവ് ബോഡി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് ദിസ് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇസ് ഫർദർ നോൺ ഇൻ ദ നെയിം മിനി പാർലമെന്റ്. മിനി പാർലമെന്റ്, which means the legislative and the executive function of the Governor General of India was separated. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കൈകളിൽ ഉണ്ടായിരുന്ന ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് ഫോർ പെർഫോമിംഗ് ദ ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻസ് എ ന്യൂ ബോഡി ഹാസ് ഗോട്ട് established and its name is Indian Legislative Council, which was in turn known as the mini parliament. Okay, പുതുതായി 6 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 6 അംഗങ്ങളിൽ 4 പേര് ഇന്ത്യക്കാരായിരുന്നു, and 2 were part of British. Okay, so 4 out of 6 Indians and 2 of them were Britishers. 2 were Britishers. Okay, now 4 of them were Indians and 2 of them were Britishers, and ഈ 4 പേര് ബോംബെ, മദ്രാസ്, ബംഗാൾ ആൻഡ് ആഗ്ര എന്നീ പറയുന്ന 4 പ്രവിശ്യകളിൽ നിന്നുമാണ്. And there were 2 Britishers also. So those were the new members of the Legislative Council, which was set up as the mini parliament to take forward the legislative functions under the Governor General of India. അപ്പോൾ ഗവർണർ ജനറലിന്റെ കീഴിൽ തന്നെ ഒരു പുതുതായി ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഫോം ചെയ്യുന്നു. 6 അംഗങ്ങൾ, 4 പേര് ബ്രിട്ടീഷുകാര്, 4 പേര് ഇന്ത്യക്കാര്, 2 പേര് ബ്രിട്ടീഷുകാര്. And that was what was the mini parliament. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു സിവിൽ സർവീസസ് തുറന്ന മത്സര പരീക്ഷയാക്കാനുള്ള ഒരു ശ്രമം നടന്നു എന്ന് പറഞ്ഞു. ആൻഡ് നൗ ആസ് പെർ ദ ചാർട്ടർ ആക്ട് ഓഫ് 1853, the civil services was made an open competition. Okay, civil services ഒരു തുറന്ന മത്സര പരീക്ഷയാക്കുന്നു. ആൻഡ് in 1854 a commission was set up under the chairmanship of Lord Macaulay to study about the reform in education. So 1854 നമ്മൾ നേരത്തെ പറഞ്ഞ മക്കാളെ പ്രഭുവിന്റെ ചെയർമാൻഷിപ്പിൽ, അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നു. And this committee was formed as one of the education committee. ഓക്കെ, അപ്പോ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തേണ്ടുന്ന പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷൻ ഫോം ചെയ്യുന്നു. And that commission was known as Macaulay Commission. So finally the most important thing was that the charter was not renewed. So Charter Act എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ പോലും 1853 ചാർട്ടർ ആക്ടിന്റെ പ്രത്യേകതയുണ്ട്. മറ്റ് ചാർട്ടർ ആക്ടുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ the Charter Act was not renewed, or the charter was not renewed, even though the name of the Charter Act is Charter Act of 1853. പിന്നീട് അങ്ങോട്ട് ലൈസൻസ് ഇത്ര കാലത്തേക്ക് പുതുക്കി നൽകുക എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തുന്നില്ല. മറിച്ച് എന്താണ് ചാർട്ടറിൽ മെൻഷൻ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ എന്താണ് കൃത്യമായി മെൻഷൻ ചെയ്തിരുന്നത്? The company rule continues എന്നുള്ളത് മാത്രമാണ് മെൻഷൻ ചെയ്തിരുന്നത്. അതായത് ഇനിയൊരു 20 വർഷത്തേക്ക് കൂടി ചാർട്ടർ എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ള സംവിധാനമില്ല, കമ്പനി ഭരണം തുടരുന്നു എന്ന് മാത്രമാണ് മെൻഷൻ ചെയ്തിരുന്നത്. ആൻഡ് യു നോ ദ റീസൺ ദാറ്റ് ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് 1853 അല്ലെ, 1853 ആകുന്നു. 1857 എന്ന് പറയുന്നത് നമ്മളുടെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കലാപങ്ങളിൽ ഒന്നായ 1857 revolt, or it is further known as the first independence struggle. Okay, the first independence struggle, or the Britishers had named it as the Sepoy Mutiny, Sipai Lahla എന്ന് വിളിച്ച് ബ്രിട്ടീഷുകാര് അധിക്ഷേപിച്ച ആദ്യത്തെ മഹാകലാപം നടക്കുന്നു.
അപ്പൊ സ്വാഭാവികമായും ആദ്യത്തെ മഹാകലാപം നടക്കുന്നതിന് മുന്നോടിയായി ബ്രിട്ടീഷ് പാർലമെന്റിന്, ബ്രിട്ടീഷ് രാജ്ഞിക്ക്, ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് കൃത്യമായി ഒരു കാര്യം മനസ്സിലായി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഇന്ത്യയിൽ അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറ്റുന്നതിൽ പരമാവധി അലങ്കോലമാക്കി എന്നുള്ളത് കൊണ്ട് ഇതിനി അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ബിക്കോസ് ദാറ്റ് ഇസ് ദ റീസൺ വൈ ദ ചാർട്ടർ വാസ് നോട്ട് റിന്യൂഡ് ഫോർ എ ഫിക്സഡ് പീരിയഡ് ഓഫ് ടൈം. So they have mentioned only that the company rule continues for the time being. കമ്പനിയുടെ ഭരണം അനിശ്ചിത കാലത്തേക്ക് തുടരുന്നു എന്നുള്ളത് മാത്രമാണ് പരാമർശിച്ചിരുന്നത്. അങ്ങനെ 1857 കലാപത്തോടു കൂടി കമ്പനിയുടെ കഥ കഴിയുന്നു. So we have just done the discussion on the first half of the history of the Indian Constitution. So we have started from the 1773 Regulating Act. We have discussed about the Pitt's India Act. Then we have discussed about the Charter Act of 1793, Charter Act of 1813, Charter Act of 1833, and finally Charter Act of 1853. So this was the area which we have covered. ഇതിൽ ഏറ്റവും പ്രധാനമായി ഓർത്തിരിക്കേണ്ടത് ഇറ്റ്സ് ദ റെഗുലേറ്റിംഗ് ആക്ട്, ദ പിറ്റ്സ് ഇന്ത്യ ആക്ട് ആൻഡ് ദ ചാർട്ടർ ആക്ട് ഓഫ് 1833 ആസ് വെൽ ആസ് 1813. ഈ 4 നിയമങ്ങൾ കൃത്യമായി നിങ്ങൾ ഓർത്തിരിക്കുക. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ഇസ് ഗോയിങ് ടു ബി ബിക്കമിങ് ഓർ ഗോയിങ് ടു ബിക്കം വെരി വെരി അൾട്ടിമേറ്റ്ലി crucial for preparation. Okay, so that's it regarding the first half. So സിനിമയുടെ ആദ്യ ഭാഗം കഴിഞ്ഞു. ആദ്യത്തെ just a second.
Okay, fine. I think it is just a network failure. Does not matter. Yes. Yeah, so that's it regarding the Charter Act of 1853, regarding the first half of the history of the Indian Constitution. Now do we have the second half. രണ്ടാം ഭാഗമാണ്. രണ്ടാം ഭാഗം ആരംഭിക്കുന്നത് 1858 കൂടിയാണ്, 1858 കൂടിയാണ്. It is by the Government of India Act of 1858, 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് നമ്മൾ ഇനി കഥ ആരംഭിക്കുന്നത്. സോ വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹിയർ ഇസ് ദാറ്റ് ഇതിന് ഇടയിൽ ഒരു മഹാകലാപത്തെ പറ്റി ഒരുപാട് പഠിക്കാനുണ്ട്. ഇൻഫാക്ട് റിവോൾട്ട് ഓഫ് 1857 എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ടതായി വരും. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് കൺസേണിങ് ദ പൊളിറ്റി സിലബസ്. പൊളിറ്റിയെ പറ്റി പഠിക്കുന്ന ഭാഗത്ത് നിങ്ങൾ അതിനെപ്പറ്റി പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് റിവോൾട്ട് ഓഫ് 1857 അല്ലെങ്കിൽ അത്തരമൊരു സംഭവം സാഹചര്യം ഉണ്ടായി എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. You will learn about the revolt of 1857 in the subsequent sessions of the modern Indian history. Okay, ആധുനിക ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾ എന്താണ് 1857 മഹാകലാപത്തിന്റെ കാരണങ്ങൾ, എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു, ആരെല്ലാം ഏതെല്ലാം പ്രദേശങ്ങളുടെ പ്രധാനപ്പെട്ട നേതൃത്വങ്ങൾ എന്ന് അടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ അവിടെയാണ് പഠിക്കുക. So we are straight away moving to the next half of this discussion, that is regarding the Government of India Act of 1858. Now see here, we are going to discuss about the crown rule. ഇനി രാജഭരണത്തിന്റെ കാലഘട്ടമാണ്. ഓക്കെ, ക്രൗൺ റൂൾ ആണ്. കമ്പനിയുടെ ഭരണമല്ല, കമ്പനി ഭരണം അവസാനിക്കുന്നു, ഇനി രാജഭരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. And this is the area that we are going to discuss now. So രാജഭരണ കാലഘട്ടം എന്ന് പറയുന്നത് 1858 മുതൽ 1947 വരെയാണ്. So this is the period under which we were under the rule or the administration of the British Crown. അപ്പോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സംബന്ധിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു അപ്രമാദിത്വം അവസാനിക്കുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യക്ക് മുകളിലുള്ള അധികാരങ്ങൾ അവസാനിക്കുന്നു. കമ്പനിക്ക് എന്തെല്ലാം അധികാരങ്ങൾ ഉണ്ടായിരുന്നു ആ അധികാരങ്ങൾ പൂർണ്ണമായും ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുക്കുകയാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജഭരണാധികാരി ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സവിശേഷമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പൊ ഇനി കമ്പനിയല്ല, ഇനി രാജഭരണാധികാരിയാണ് നമ്മളുടെ നമ്മളുടെ രാജ്യം ഇതുവരെ ഭരിച്ചിരുന്ന കമ്പനിയുടെ അധികാരങ്ങൾ ഇനി മേൽനോട്ടം വഹിക്കുന്നത് നമ്മളുടെ ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ടാണ്. അപ്പൊ ബ്രിട്ടീഷ് രാജ്ഞി ഇതോടനുബന്ധിച്ച് ഒരു വിളംബരം പുറപ്പെടുവിക്കുകയാണ്. അപ്പൊ ആ വിളംബരത്തിൽ ബ്രിട്ടീഷ് രാജ്ഞി പറയുന്നുണ്ട്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിൽ ഉണ്ടായിരുന്ന അധികാരങ്ങളെല്ലാം തന്നെ, അത് റവന്യൂ സംബന്ധമായ അധികാരമാകാം, മിലിറ്ററി സംബന്ധമായ അധികാരമാകാം, എല്ലാ അധികാരങ്ങളും ഞാൻ ഏറ്റെടുക്കുന്നു എന്നാണ് ഈ കലാപത്തിൽ അല്ലെങ്കിൽ ഈ കലാപത്തിന് ശേഷം ഉണ്ടാകുന്ന പ്രഖ്യാപനത്തിൽ ബ്രിട്ടീഷ് രാജ്ഞി വ്യക്തമാക്കുന്നത്. സോ ബ്രിട്ടീഷ് രാജ്ഞി ആരായിരുന്നു അപ്പോൾ എന്ന് ചോദിച്ചാൽ ദ ആൻസർ ഇസ് ക്വീൻ വിക്ടോറിയ. ഓക്കെ, ക്വീൻ വിക്ടോറിയ. വിക്ടോറിയ രാജ്ഞിയാണ് പറയുന്നത്. ഓക്കെ, വിക്ടോറിയ രാജ്ഞി പറയാണ് മതി, കമ്പനി ഭരണം അവസാനിപ്പിക്കാം, കമ്പനി ഭരണം ഒട്ടും തന്നെ മെച്ചത്തിലല്ല, അതുകൊണ്ട് കമ്പനിയുടെ ഇതുവരെ ഉണ്ടായിരുന്ന അധികാരങ്ങളെല്ലാം തന്നെ, കമ്പനി പൊസസ് ചെയ്യുന്ന അധികാരങ്ങൾ, പൊസസ് ചെയ്യുന്ന ടെറിട്ടറി, പൊസസ് ചെയ്യുന്ന റവന്യൂ, ഇതെല്ലാം തന്നെ ഞാൻ ഏറ്റെടുക്കുന്നു. ആൻഡ് ഐ ആം ഗോയിങ് ടു പ്രൊവൈഡ് ഫോർ എ ഗുഡ് ഗവൺമെന്റ് ഫോർ ഇന്ത്യ. ഇന്ത്യയുടെ സദ്ഭരണത്തിനുള്ള നിയമമാണ് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നും ബ്രിട്ടീഷ് രാജ്ഞി വ്യക്തമാക്കുകയാണ്. Okay, so East India Company was abolished, or the authority of the East India Company was abolished, and the power vested by the East India Company, that is including the transfer of government, territory, revenue, all those powers
under the East India Company now lies with the Queen Victoria. The Queen Victoria is taking away or taking up all the authority that is vested by the East India Company. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലം കഴിയാണ്. ഇനി നമ്മളൊരു പുതിയ സിസ്റ്റത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് സിസ്റ്റം സ്റ്റാർട്ട്സ് വിത്ത് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858. അപ്പൊ ഇതില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാചകം ഈ ബ്രിട്ടീഷ് രാജ്ഞി പറയുന്നുണ്ട്. അതായത് ഈ നിയമം 1858 നിയമം വുഡ് ബി ദ ആക്ട് ഫോർ ഗുഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നാ പറയുന്നത്. അതായത് ഇന്ത്യയുടെ സദ്ഭരണത്തിനായുള്ള നിയമമായിരിക്കും 1858 നിയമം എന്നാണ് പറയുന്നത്. Now, why would have the Queen Victoria made such a kind of observation? എന്തായിരിക്കും ക്വീൻ വിക്ടോറിയ അത്തരം ഒരു ഒബ്സർവേഷൻ നടത്താനുള്ള കാരണം? അതായത് ഇതുവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിച്ചു കുളമാക്കി, ഇനി അങ്ങോട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു പ്രഖ്യാപനമാണോ ഇത്? വാട്ട് ഡു യു തിങ്ക്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന ഐഡിയ? എന്താണ്? ഗീതു, ചിപ്പി, യെസ്, വാട്ട് ഡു യു തിങ്ക്? Why do we say that the Government of India Act of 1858 is the act for good government of India? എന്ന് പറയാൻ കാരണം എന്താണ്? Please let me know your suggestions also. No idea. സി ഈ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് യഥാർത്ഥത്തിൽ ഒരു വളരെ മാനിപ്പുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു നിയമമായിരുന്നു. അതായത് വലിയ വായില് അത് ഗുഡ് ഗവൺമെന്റ് ഫോർ ഇന്ത്യ എന്നൊക്കെ വാഗ്ദാനം നൽകിയെങ്കിൽ പോലും ഇത് വളരെ മാനിപ്പുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു നിയമമായിരുന്നു 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. I'll tell you what exactly is the reason. See, the Act for Good Government of India എന്ന് ബ്രിട്ടീഷ് രാജ്ഞി പറയുന്നതിനുള്ള കാരണം, the reason why Queen Victoria has said that this would be the Act for Good Government of India, the reason is that the Queen Victoria said that I would be providing a responsible government for India. ഓക്കെ, ഇന്ത്യക്ക് ഒരു ഉത്തരവാദിത്ത ഭരണ സംവിധാനമായിരിക്കും നൽകാൻ പോകുന്നത് എന്നാണ് ഈ പ്രഖ്യാപനത്തിന്റെ കാതൽ. അപ്പൊ നമ്മൾക്ക് വളരെ സന്തോഷമായി, കാരണം ഉത്തരവാദിത്ത ഭരണ സംവിധാനം തരാൻ പോകുകയാണ്. നമുക്ക് ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ സന്തോഷമായി, കാരണം ഉത്തരവാദിത്തമുള്ള ഒരു ഭരണ സംവിധാനം നമ്മൾക്ക് വരാൻ പോകുന്നു എന്നതിൽ പരം സന്തോഷം ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടാനില്ലല്ലോ. പക്ഷെ പിന്നീടാണ് നമ്മൾ അതിന്റെ പിന്നിലുള്ള ചതി മനസ്സിലാക്കുന്നത്. ഈ റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ ക്വീൻ വിക്ടോറിയയുടെ ഐഡിയ പ്രകാരം ഇങ്ങനെയായിരുന്നു. ശ്രദ്ധിക്കുക, റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഇന്ത്യക്കാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് ആയിരുന്നില്ല. ഇവിടെ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഉണ്ടല്ലേ, ഇന്ത്യയില് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു. ഈ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് മറ്റ് ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യലായ വൈസ്രോയിയോട് റെസ്പോൺസിബിൾ ആയിരിക്കും. റെസ്പോൺസിബിൾ ടു ദ വൈസ്രോയ്. നൗ ദ വൈസ്രോയ് would be responsible to the Secretary of State for India. Secretary of State for India. Now, the Secretary of State for India would be responsible to the British Parliament. So, this was the system
which Queen Victoria was speaking about. ക്വീൻ വിക്ടോറിയ സംസാരിച്ച റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് വൈസ്രോയിയോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കും, വൈസ്രോയ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കും. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇൻഫാക്ട് വുഡ് ബി റെസ്പോൺസിബിൾ ടു ദ ബ്രിട്ടീഷ് പാർലമെന്റ്. സർ, അപ്പൊ ഇതുവരെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ പറ്റി പറഞ്ഞില്ല, വൈസ്രോയെ പറ്റി പറഞ്ഞില്ല. യെസ്, ഐ നോ. I have already mentioned you that this is a new space for discussion. ഇത് പുതിയൊരു മേഖലയാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മാറ്റം വരികയാണ്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിലവിലുണ്ടായിരുന്ന ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓഫീസ് ഇൻഫാക്ട് കമ്പനിയുടെ ഒരു അധിപനായിരുന്നു അല്ലെ, കമ്പനിയുടെ ഒരു മേലധികാരി ആയിരുന്നു ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓഫീസ് ഡെസിഗ്നേഷൻ മാറ്റുന്നു, ആൻഡ് നൗ ഇറ്റ് ഈസ് ദ വൈസ്രോയ് ഓഫ് ഇന്ത്യ. ഇപ്പോ ഇത് വൈസ്രോയ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് 1858 ഡെസിഗ്നേഷനിൽ ഒരു മാറ്റം വരികയാണ്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓഫീസർ വൈസ്രോയ് എന്ന് അറിയപ്പെടാൻ തുടങ്ങുന്നു. നൗ ആരാണ് വൈസ്രോയ്, അല്ലെങ്കിൽ വൈസ്രോയുടെ അധികാരം എന്താണ്? വൈസ്രോയ് ഈസ് ദ ഡയറക്റ്റ് റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ബ്രിട്ടീഷ് ക്രൗൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ് ആണ് ഈ വൈസ്രോയ് എന്ന് പറയുന്നത്. അതായത് വൈസ്രോയിലൂടെയാണ് ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയിൽ ഭരണം നടത്തുന്നത് എന്ന് പറയാം. അതായത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് രാജ്ഞി ആരാണെന്ന് പറയാം? അത് വൈസ്രോയ് ആണെന്ന് പറയാം. അപ്പൊ അങ്ങനെ വൈസ്രോയ് വാസ് ദ ഡയറക്റ്റ് റെപ്രസെന്റേറ്റീവ് ഓഫ് ബ്രിട്ടീഷ് in India, and the first viceroy was Mr. Lord Canning. Okay, so Lord Canning was appointed as the first viceroy of India. Okay, so 3 points that needs to be understood from this particular diagram. Ingane diagram ഉപയോഗിച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക, so that your effort can be just eased. Okay, നിങ്ങളുടെ ഒരു പ്രയത്നം ഫലപ്രദമാകണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഡയഗ്രാം ഉപയോഗിച്ച് ഇവിടെ പഠിക്കുകയായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പൊ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കാര്യം എന്താണ്? പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഡെസിഗ്നേഷൻ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ളതായിരുന്നു കമ്പനിയെ സംബന്ധിച്ച്. ആ ഡെസിഗ്നേഷനിൽ മാറ്റം സംഭവിക്കുന്നു. ഡെസിഗ്നേഷൻ എന്തായി മാറുന്നു? വൈസ്രോയ് എന്ന് ആയി മാറുന്നു. അതുപോലെ ഡയറക്റ്റ് റെപ്രസെന്റേറ്റീവ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ആണ് ഈ വൈസ്രോയ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് റെപ്രസെന്റേറ്റീവ് ഓഫ് ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ആണ് ഈ വൈസ്രോയ് എന്ന് പറയുന്നത്. ക്വീൻ വിക്ടോറിയയുടെ അല്ലെങ്കിൽ രാജ്ഞിയുടെ ഇന്ത്യയിലെ പ്രതിനിധിയാണ് ഈ വൈസ്രോയ് എന്ന് പറയുന്നത്. ആദ്യത്തെ വൈസ്രോയ് ആയി അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് ലോർഡ് കാനിങ് ആണ്. ഈ വൈസ്രോയ്ക്കാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന്റെ ഇന്ത്യയിലെ ചുമതല. ഓക്കെ, സോ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് Indian administration within India lies with the viceroy. അപ്പൊ ഈ വൈസ്രോയ്ക്കാണ് ഇന്ത്യയിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അപ്പൊ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടത് ഉത്തരവാദിത്തമുള്ളത് ആരോടാണ്? അത് വൈസ്രോയോടാണ്. What about the viceroy? Responsible to? The viceroy is responsible to the Secretary of State for India. Sir, ഇതുവരെ Secretary of State for India പറ്റിയും നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? Yes, you are right. The Secretary of State for India is a new office created as per the Government of India Act of 1858. അതായത് പുതുതായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഓഫീസാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്. നമുക്കറിയാം പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരം, അക്കോർഡിംഗ് ടു ദ പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784, we know that we had a
double government system introduced, അല്ലെ? Court of directors plus board of control എന്ന് പറയുന്ന ഒരു ഡബിൾ ഗവൺമെന്റ് സിസ്റ്റം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഈ സിസ്റ്റത്തിന്റെ ഒരു ഉദ്ദേശം ഇതോടുകൂടി അവസാനിച്ചു, അല്ലെ? കമ്പനി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ബോർഡ് ഓഫ് കൺട്രോളും? സോ ദാറ്റ് വാസ് അബോളിഷ്ഡ്. സോ ആസ് പെർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858, the double government system established was abolished. And instead of the double government system, a new office was created, and that is known as the Secretary of State for India. Okay? അപ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഡബിൾ ഗവൺമെന്റ് സിസ്റ്റത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതുതായി വരുന്ന ഒരു ഓഫീസാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ വാസ് റെസ്പോൺസിബിൾ ടു ദ ബ്രിട്ടീഷ് പാർലമെന്റ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിനോട് ഉത്തരവാദിത്തമുള്ള സംവിധാനമാണ്, അല്ലെ? ഓക്കെ, സോറി. So British officials, then you have Viceroy, and the Viceroy is responsible to the Secretary of State for India. Now the Secretary of State for India was replacing the double government system, okay? And he is responsible to the Viceroy. The Secretary of State for India is further responsible to the British Parliament. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ പറയാറുണ്ട് the executive is responsible to the legislature എന്ന് പറയാറുണ്ട്, അല്ലെ? Executive is responsible to the legislature എന്ന് പറയാറുണ്ട്. Similarly, what we say is that the Secretary of State for India is responsible to the British Parliament. What does this mean? ഇന്ത്യയിൽ ഇന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? മന്ത്രിസഭ പാർലമെന്റിനോട് അല്ലെങ്കിൽ ലോക്സഭയോട് സ്പെസിഫിക് ആയി ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഹി വിൽ ബി എ മിനിസ്റ്റർ. ഓക്കെ, ഹി വിൽ ബി എ മിനിസ്റ്റർ ഇൻ ദ ബ്രിട്ടീഷ് ക്യാബിനറ്റ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ ഒരു അംഗമായിരുന്നു ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യക്ക് താഴെ ഒരു 15 അംഗ അഡ്വൈസറി ബോഡി ഉണ്ടായിരുന്നു, 15 member advisory body, and this advisory body is responsible to give the Secretary of State for India the information regarding the Indian administration. അപ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന്റെ ഇന്ത്യക്ക് പുറത്തുള്ള അധികാരമാർക്കായിരുന്നു? അത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യക്കാണ്. ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യയുടെ കീഴിൽ ഒരു 15 അംഗ അഡ്വൈസറി ബോഡി സെറ്റ് ചെയ്തു. ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു അംഗമായിരുന്നു, ബ്രിട്ടീഷ് പാർലമെന്റിനോട് ഉത്തരവാദിത്തമുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബ്രിട്ടനിലെ ഒരു മന്ത്രിയായിരുന്നു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് വാസ് ദ റെസ്പോൺസിബിൾ ഗവൺമെന്റ് ആസ് പെർ ദ ഡിസിഷൻ ഓഫ് Queen Victoria. And this is the reason we say that, or this was the reason why the British Queen has said that we would provide the good government of India. പക്ഷെ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഒരു ഇന്ത്യക്കാരനെങ്കിലും കാണുന്നുണ്ടോ? No, there is no presence of Indians in this network. Then what kind of responsible government you are speaking with? Isn't it? നമ്മൾ വിചാരിച്ചത് ഉത്തരവാദിത്ത ഭരണ സംവിധാനം എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരിൽ ഒരാളെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇന്ത്യക്കാരുടെ ഒരു പ്രസൻസ് കാണാൻ സാധിക്കും എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു ചിന്താഗതി. പക്ഷെ we were miserably disappointed because of the reason that there was no space for Indians as part of this responsible government put forward by the British Crown. So this is what is the Government of India Act of 1858. അപ്പോൾ നോക്കുക, നമ്മൾ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരുമിച്ച് വായിച്ചു പോകുക. The Government of India Act of 1858 ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിരോധിക്കപ്പെടുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളുടെ അധികാരങ്ങൾ മുഴുവൻ ആരേറ്റെടുക്കുന്നു? ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുക്കുന്നു. ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുത്തുകൊണ്ട് ബ്രിട്ടീഷ് ക്രൗൺ പറയുന്നത് ദിസ് വുഡ് ബി ദ ആക്ട് ഫോർ ഗുഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ആക്ട് ഫോർ ഗുഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ഗവൺമെന്റ് ആയിരുന്നു. റെസ്പോൺസിബിൾ ഗവൺമെന്റിൽ were we having Indians as part of the responsible government? No.
There is no Indians as part of the responsible government, and that is the reason why we say that this act was just fabricated എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഈ നിയമം ഒരു ഉഡായിപ്പ് നിയമമാണ് എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. Okay, so then moving ahead, what is provided in this slide is regarding the new designation, okay, the new office which was created. So earlier it was the Governor General of India. So the Governor General of India has got designated with the Viceroy of India. The Viceroy would be the representative of the British Crown, okay, and the Viceroy is the head of Indian administration inside India. Head of Indian administration inside India. British India ഭരണം ഇന്ത്യക്കകത്ത് നിയന്ത്രിച്ചിരുന്നത് വൈസ്രോയി ആണ്. നേരത്തെ ഉണ്ടായിരുന്ന ഡബിൾ ഗവൺമെന്റ് സിസ്റ്റം ഔദ്യോഗികമായി അബോളിഷ് ചെയ്തു എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു. അതിന് പകരം ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഓഫീസ് വരുന്നു. ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിനോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ആളാണ്. അതായത് ഹി ഈസ് എ മിനിസ്റ്റർ ഇൻ ബ്രിട്ടൻ. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു 15 മെമ്പർ അഡ്വൈസറി കൗൺസിൽ നിലവിൽ വരുന്നു. സോ ദിസ് മെമ്പർ ഓർ ദിസ് അഡ്വൈസറി ബോഡി would provide with the necessary advice for the Secretary of State for India regarding the administration of India. So this is the Government of India Act of 1858. Now, please let me have your queries. In fact, if you have any, you can unmute, you can ask questions. Clear ആണെങ്കിൽ clear ആണ് എന്ന് മെൻഷൻ ചെയ്താൽ we would move further forward. You can just mention it in the comment box if it is clear for you. Okay, yes, good, fine. Thank you very much. Yes. So the next one, the next area that we need to discuss is the Councils Act. Councils Act ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So Councils Act is basically what you need to understand regarding the Councils Act is that Councils Act is also better known as the Indian Councils Act. Indian Councils Act എന്നാണ് പോപ്പുലർലി അറിയപ്പെടുന്നത് അല്ലേ. ഈ കൗൺസിൽസ് ആക്ടിന്റെ ഉദ്ദേശം, ആ കൗൺസിൽസ് ആക്ടിനെ സംബന്ധിച്ചുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് പരമാവധി ഇന്ത്യക്കാരുടെ സഹകരണത്തോടു കൂടി മാത്രമാണ് ഇന്ത്യൻ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുക എന്നുള്ള കാര്യം ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോ പരമാവധി ഇന്ത്യക്കാരെ, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ചുരുക്കം ഇന്ത്യക്കാരെ എങ്കിലും അസോസിയേറ്റ് ചെയ്യിച്ച് ഇന്ത്യക്കാർക്ക് ഒരു പ്രാതിനിധ്യം കൊടുത്ത് ഇന്ത്യക്കാര് തന്നെയാണ് ഈ നിയമങ്ങളുടെ സൃഷ്ടാക്കൾ എന്ന് ഇന്ത്യക്കാരെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമാണ് ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാരോട് ഒരു മമതയുണ്ടാകൂ എന്നുള്ള കാര്യം ഗ്രാജ്വലി ബ്രിട്ടീഷുകാർ റിയലൈസ് ചെയ്യാണ്. അപ്പൊ ഇന്ത്യക്കാരില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ സഹായത്തോടു കൂടി അല്ലാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള വസ്തുത ബ്രിട്ടീഷുകാർ റിയലൈസ് ചെയ്യുന്നു. അപ്പൊ കൗൺസിൽസ് ആക്ടിന് 2 ഉദ്ദേശങ്ങളാണ് പൊതുവായി ഉണ്ടായിരുന്നത്. ഇൻഫാക്ട് 3 കൗൺസിൽസ് ആക്ടിനെ പറ്റി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്, 1892 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്, അതുപോലെ 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. 3 വർഷങ്ങളിലെ കൗൺസിൽസ് ആക്ടിനെ പറ്റി നമ്മൾ പഠിക്കണം. ഇതില്
1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. ഓക്കെ, 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടും 1892 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടും യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് കൂടുതൽ ഇന്ത്യൻസിനെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നാൽ 1909 വന്നപ്പോൾ അവിടെ ചെറിയൊരു മാറ്റം വന്നു. എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്കും ഒരാളെ ഉൾപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ 3 നിയമങ്ങളുടെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരെ കൂടുതൽ അസോസിയേറ്റ് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു 3 നിയമങ്ങളുടെ ഉദ്ദേശം. 3 നിയമങ്ങളിലും ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് അംഗങ്ങൾ കൂടുതലായി തെരഞ്ഞെടുക്കപ്പെടുന്നു, നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു. എന്നാൽ 1909 സവിശേഷത, കൗൺസിൽസ് ആക്ടിന്റെ സവിശേഷത എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് സത്യേന്ദ്ര പ്രസാദ് സിൻഹ എന്ന് പറയുന്ന SP സിൻഹ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് 1909 സവിശേഷത. ഇൻഫാക്ട് 1909 കൗൺസിൽസ് ആക്ട് ആണ് വർഗീയതയുടെ വിത്ത് പാകിയ കൗൺസിൽസ് ആക്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത്. കാരണം ആദ്യമായി കമ്മ്യൂണൽ ഇലക്ടോറേറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണൽ അവാർഡ് നിയമപരമാക്കുന്നത് 1909 കൗൺസിൽസ് ആക്ടിലൂടെയാണ്. So what happens here is that the intention of the Councils Act is to enlarge the legislative council. നിയമനിർമ്മാണ സഭകൾ വിപുലീകരിക്കുക എന്നുള്ളതാണ് കൗൺസിൽസ് ആക്ടിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നിയമനിർമ്മാണ സഭകൾ വിപുലീകരിക്കണം? എങ്ങനെ വിപുലീകരിക്കണം? You will have to include Indians or associate Indians as part of the legislative council. ഇന്ത്യക്കാരെ കൂടി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ഉൾപ്പെടുത്തുക. ഇങ്ങനെയാണ് ഗ്രാജുവലി എന്ത് സംഭവിക്കുന്നത്? നിയമം The net connection is severely affected today. I don't know what is the reason. നമുക്ക് ഇന്ന് within
just നമുക്ക് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് we'll wind today's session. I think the net connection has some problem. I don't know where the problem ultimately is. എന്താണ് ടെക്നിക്കൽ ഇഷ്യൂ എന്ന് അറിയില്ല. ഫൈൻ. അപ്പൊ കൗൺസിൽസ് ആക്ടിന്റെ ഉദ്ദേശമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കൗൺസിൽസ് ആക്ടിന്റെ രണ്ട് ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, കൗൺസിൽസ് ആക്ട് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വിപുലീകരിക്കുക. അതോടൊപ്പം തന്നെ വിപുലീകരിക്കുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ പരമാവധി ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തുക. പ്രധാനമായും ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ നിയമനിർമ്മാണ പ്രക്രിയയിൽ സഹകരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം ഭേദപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ പരമാവധി പെസിഫൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് കൗൺസിൽസ് ആക്ടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. Now, the first Councils Act, that is the Indian Councils Act of 1861. അപ്പൊ 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് പ്രകാരം what is provided is that the Viceroy should nominate 3 Indians as non-official members to the Legislative Council of the Viceroy. അതായത് 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് പറയാണ്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ലോർഡ് കാനിങ്ങിന്റെ നിയമനിർമ്മാണ സഭയിലേക്ക്. അപ്പോ അന്നത്തെ ഇന്ത്യൻ സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. സോ ഇവിടെ യു ഹാവ് ദ മദ്രാസ് പ്രൊവിൻസ്. ഓക്കെ, യു ഹാവ് ദ മദ്രാസ് പ്രൊവിൻസ്. Then you have the Bombay province. Okay, the Bombay province. Then you have here the Bengal province. Okay, Bengal province. എന്നിങ്ങനെ 3 പ്രൊവിൻസസിനെ പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് ഐഡിയ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെയാണ് നമ്മളുടെ വൈസ്രോയി ഇരിക്കുന്നത്. ഓക്കെ, ഈ വൈസ്രോയിയുടെ കീഴിൽ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. അതായത് ഒരു കാര്യനിർവഹണ വിഭാഗവുമുണ്ട്, ഒരു നിയമനിർമ്മാണ സഭയുമുണ്ട്. അതേപോലെ തന്നെ മദ്രാസിലുള്ളത് ഒരു ഗവർണറാണ്. ഈ ഗവർണർക്ക് കീഴിൽ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട്, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. ബോംബെക്ക് കീഴിൽ ഒരു ഗവർണറാണ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. സോ ദിസ് വാസ് ദ സിസ്റ്റം, or this is just the framework of the system which was existing at that particular time. അപ്പോ ഈ വൈസ്രോയി ഇരിക്കുന്നത് ബംഗാളിലാണ്. വൈസ്രോയിയുടെ ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് 3 ഇന്ത്യൻസിനെ എന്ത് ചെയ്യണം? 3 ഇന്ത്യൻസിനെ നോമിനേറ്റ് ചെയ്യണം. യു നോമിനേറ്റ് 3 Indians to the Legislative Council of the Viceroy. And those 3 Indians, അങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെട്ട 3 ഇന്ത്യൻസ് ആരാണ് എന്ന് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. The answer is Raja of Benares, Maharaja of Patiala, and Sir Dinkar Rao. ഇദ്ദേഹം മുൻ ബോംബെ മേയർ ഒക്കെ ആയിരുന്നു, സർ ദിൻകർ റാവു എന്ന് പറയുന്ന ആള്. അപ്പൊ അങ്ങനെ 3 ഇന്ത്യക്കാരെ ഈ വൈസ്രോയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, 3 ഇന്ത്യക്കാരെ നോമിനേറ്റ് ചെയ്യുന്നു. വൺ ഇസ് രാജ ഓഫ് ബനാറസ്, സെക്കൻഡ് വൺ ഇസ് മഹാരാജ ഓഫ് പട്ടിയാല, ആൻഡ് തേർഡ് വൺ ഇസ് സർ ദിൻകർ റാവു. അപ്പോ 3 പേർക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ, അതായത് 3 ഇന്ത്യക്കാർക്ക് വൈസ്രോയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഒരു പ്രാതിനിധ്യം ലഭിക്കുകയാണ്. സോ ഇത് ഒരു മൈൽ സ്റ്റോൺ ആണ് അല്ലെ. ഇതുവരെ ഇന്ത്യക്കാരെ അടുപ്പിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഇന്ത്യക്കാർ ഭാഗമാകുന്നു. അത് തന്നെയാണ് കൗൺസിൽസ് ആക്ടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ഈ നിയമനിർമ്മാണ സഭകളെ വിശാലവൽക്കരിക്കുക,
വിപുലീകരിക്കുക, എങ്ങനെ വിപുലീകരിക്കുക, ഇന്ത്യക്കാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലീകരിക്കുക എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ 3 ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തുന്നു. രാജാവ് ബനാറസ് മഹാരാജാവ് പട്ടിയാല സർ ദിനകർ റാവു എന്നിങ്ങനെ 3 ഇന്ത്യക്കാരെ വൈസ്രോയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ഭാഗമാക്കുന്നു ബൈ ദ Councils Act of 1861. So the first point is clear for you. പിന്നെ സംഭവിക്കുന്നത്, നമ്മൾ 1773 മുതൽ 1858 വരെ അല്ലെങ്കിൽ 1853 വരെ ഇൻഫാക്ട് നമ്മൾ സെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ആശയത്തിനാണ് പ്രാധാന്യം കൊടുത്തത്, അല്ലെ? കേന്ദ്രീകൃത ഭരണമാണ്. പക്ഷെ ഈ കേന്ദ്രീകൃത ഭരണം നമുക്കറിയാം, 1833 ചാർട്ടർ ആക്ടോടുകൂടി ഭരണം മുഴുവൻ ഒരാളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു. പക്ഷെ ഈ കേന്ദ്രീകൃത ഭരണം ഒരു പരാജയമാണ് എന്ന് നമ്മൾക്ക് തെളിയിച്ചു തരുന്നുണ്ട്. എന്ത്? റിവോൾട്ട് ഓഫ് 1857, 1857 കലാപം കേന്ദ്രീകൃത ഭരണം ഒരു പരാജയമാണ് എന്ന് തെളിയിച്ചു തരികയാണ്. അപ്പോൾ ലോർഡ് കാനിങ്ങിന്റെ ഒരു ചിന്താഗതി ഇപ്പോൾ നേടിയെടുത്ത അധികാരങ്ങൾ തിരിച്ചു കൊടുക്കാം എന്നുള്ളതാണ്. അപ്പൊ ലോർഡ് കാനിങ് വൈസ്രോയി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലാണ് പൂർണ്ണമായും ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്ന് പറയുന്നത്. സോ ഹി ഡിസൈഡ്സ് ദാറ്റ് നൗ ഐ വുഡ് ട്രാൻസ്ഫർ ബാക്ക് ദ പവേഴ്സ്. അധികാരങ്ങൾ തിരിച്ചു നൽകാൻ പോകുന്നു. ആദ്യം അധികാരങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു ആസ് പെർ ദ കമ്പനി റൂൾ. പിന്നീട് നേടിയെടുത്ത അധികാരങ്ങൾ തിരിച്ചു നൽകാൻ ശ്രമിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് യു ക്യാൻ സീ ഹിയർ. സോ ബിഗിനിങ് ഓഫ് ഡീസെൻട്രലൈസേഷൻ എന്ന് ചോദ്യം ചോദിച്ചാൽ ദ ആൻസർ ഇസ് ദ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861. അങ്ങനെ ബോംബെ, മദ്രാസ് എന്നീ പ്രസിഡൻസീസിന് അല്ലെങ്കിൽ എന്നീ പ്രവിശ്യകൾക്ക് ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ അല്ലെങ്കിൽ നിയമനിർമ്മാണ അധികാരങ്ങൾ തിരിച്ചു നൽകുകയാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾക്കുള്ള നിയമങ്ങൾ നിങ്ങൾ തന്നെ നിർമ്മിക്കുക, ഞാൻ ഇനി എല്ലാവർക്കും വേണ്ടി നിയമം നിർമ്മിക്കില്ല, അതൊരു പരാജയമാണ് എന്നുള്ളത് നമ്മൾക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ആ പരാജയം ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ അധികാരങ്ങൾ തിരിച്ചു നൽകുന്നു. സോ ദ പവർ സ്റ്റാർട്ടഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ്. Okay, the power is now getting started with the distribution. So we have, or Lord Canning has decided that we will provide back the powers to the Bombay and the Madras presidencies. അപ്പോൾ എക്സിക്യൂട്ടീവ് അധികാരം അല്ല നൽകിയത്, ലെജിസ്ലേറ്റീവ് അധികാരം, അതായത് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം തിരിച്ചു നൽകുകയാണ്. ആൻഡ് ഈവൻ provided for the establishment of new legislative councils in Bengal, നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസ് ആൻഡ് പഞ്ചാബ് ഓൾസോ. അതായത് ബംഗാളിൽ വൈസ്രോയുടെ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്, അല്ലെ? അതിനു പുറമെ ബംഗാൾ എന്ന് പറയുന്ന പ്രവിശ്യക്ക് ഇനി പുതുതായി ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ വേണം. അതുപോലെ നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസിന് പുതുതായി ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലിനുള്ള അനുമതി നൽകുന്നു. പഞ്ചാബിന് പുതുതായി ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലിനുള്ള അനുമതി നൽകുന്നു. വിച്ച് എസെൻഷ്യലി മീൻസ് ദ ലെജിസ്ലേറ്റീവ് വിങ് is getting strengthened. നിയമനിർമ്മാണ വിഭാഗം അധികാരങ്ങൾ അല്ലെങ്കിൽ നിയമനിർമ്മാണ വിഭാഗത്തെ ശാക്തീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. പുതിയ നിയമനിർമ്മാണ സഭകൾക്കുള്ള അധികാരം കൊടുക്കുന്നു. നിലവിലുള്ള നിയമനിർമ്മാണ സഭകൾക്ക് നിയമം നിർമ്മിക്കുന്നതിനുള്ള അധികാരം കൊടുക്കുന്നു. ഇതൊക്കെ ആദ്യം ഉണ്ടായിരുന്നതാണ്, പക്ഷെ ആദ്യം ഉണ്ടായിരുന്നതെല്ലാം മേടിച്ച് കയ്യിൽ വെച്ചു, അല്ലെ? അപ്പൊ അതൊരു പരാജയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പൊ തിരിച്ചു നൽകുകയാണ് അധികാരങ്ങളെല്ലാം. So that is the reason why we say that this is the beginning of decentralization. Okay, the beginning of the process of decentralization. Now there was another important decision as part of the Councils Act of 1861. ഇവിടെ വൈസ്രോയ്ക്ക് ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ എളുപ്പമാക്കുന്നതിന് വേണ്ടി പ്രത്യേകം ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശം കൂടി ലഭിക്കുന്നു. അതായത് ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ പെട്ടെന്ന് ബിസിനസ്സുകൾ പാസ്സാക്കുക, നിയമനിർമ്മാണമൊക്കെ പെട്ടെന്ന് പാസ്സാക്കുന്നതിന് വേണ്ടിയുള്ള ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം കൂടി വൈസ്രോയ്ക്ക് ലഭിക്കുകയാണ്. അപ്പൊ വൈസ്രോയ്ക്ക് ഒരു തരത്തിലുള്ളൊരു ഡിസ്ക്രീഷൻ ലഭിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച്
തന്റെ പരിധിയിൽ വരുന്ന നിയമനിർമ്മാണങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക എന്ന ആവശ്യം നിറവേറ്റാനുള്ള അധികാരമാണ് അദ്ദേഹത്തിന് ഈ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നത്. നമുക്കറിയാം, നമ്മളുടെ രാഷ്ട്രപതിക്ക് ഇപ്പോൾ അത്തരമൊരു അധികാരമുണ്ട്, നമ്മളുടെ ഗവർണറിന് അത്തരമൊരു അധികാരമുണ്ട്. അതായത് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബില്ല് നിയമമാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് വളരെ സ്പീഡി ആക്കാനുള്ള അധികാരം കൂടി ഈ വൈസ്രോയ്ക്ക് 1861 കൗൺസിൽസ് ആക്ടിലൂടെ ലഭിക്കുകയാണ്. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം the portfolio system was introduced by Lord Canning. Okay, the portfolio system was introduced by Lord Canning for the first time in the year of 1859. 1859 പോർട്ട്ഫോളിയോ സിസ്റ്റം ലോർഡ് കാനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്താണ് ഈ പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, you might have heard about the defense portfolio, the foreign affairs portfolio, isn't it? The foreign affairs portfolio എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് വകുപ്പുകൾ, മന്ത്രാലയങ്ങൾ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതായത് ഡിവിഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയാം. വളരെ ബേസിക് ആയി ഡിവിഷൻ ഓഫ് പവേഴ്സ് അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയാം. അപ്പൊ ഈ ആശയം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1859 ലോർഡ് കാനിങ് ആണ്. ഈ പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന് നിയമപരമായ ലീഗൽ വാലിഡേഷൻ ലഭിക്കുന്നത് ബൈ ദ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861. So this is one important feature which you will have to understand, that the portfolio system was introduced by Lord Canning in the year of 1859 and it has got the legal validity by the Councils Act of 1861. അവസാനമായി വൈസ്രോയ്ക്ക് ഒരു അധികാരം കൂടി ലഭിക്കുകയാണ്. വൈസ്രോയ്ക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാനുള്ള അധികാരം കൂടി ലഭിക്കുന്നു. And what do you mean by ordinance? Ordinances എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, രാഷ്ട്രപതി ഓർഡിനൻസ് ഇറക്കുന്നു, ഗവർണർ ഓർഡിനൻസ് ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ ടെമ്പററി നിയമങ്ങളാണ്, താൽക്കാലിക നിയമങ്ങളാണ്. ഈ താൽക്കാലിക നിയമങ്ങൾ പുറത്തിറക്കുന്നത് എപ്പോഴായിരിക്കും? ലെജിസ്ലേച്ചറിന്റെ ആബ്സെൻസിലായിരിക്കും. അതായത് സമ്മേളനം ചേരാൻ സാഹചര്യമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അതായത് പാർലമെന്റിന്, ഇന്നത്തെ പാർലമെന്റിനെ പറ്റി ഞാൻ ഉദാഹരണം പറയുകയാണ്. ഇന്നത്തെ പാർലമെന്റിന് യാതൊരു കാരണവശാലും സമ്മേളനം ചേരാൻ പറ്റില്ല. ഇപ്പൊ കൊറോണ പോലുള്ള രോഗം വരുന്നു, പാർലമെന്റിന് സമ്മേളനം ചേരാൻ നിവൃത്തിയില്ല എന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ പേരിൽ കേന്ദ്ര ഗവൺമെന്റ് താൽക്കാലിക നിയമങ്ങൾ നിർമ്മിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ വൈസ്രോയ്ക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ താൽക്കാലിക നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ലഭിക്കുന്നു. അത്തരം താൽക്കാലിക നിയമങ്ങൾ ഓർഡിനൻസുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഓർഡിനൻസുകൾ നിർമ്മിക്കാനുള്ള അധികാരം കൂടി 1861 ചാർട്ടർ ആക്ടിലൂടെ ലഭിക്കുന്നു. ഈ ഓർഡിനൻസിന്റെ കാലാവധി 6 മാസമാണ് എന്ന് പരാമർശിക്കുകയും ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861. 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഒന്ന് റിവൈസ് ചെയ്യാണ് ഒരിക്കൽ കൂടി, ബാക്കി നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. The net connection is not so good. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കൗൺസിൽസ് ആക്ടിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ലെജിസ്ലേറ്റീവ് കൗൺസിലുകളെ വിപുലീകരിക്കുക, ഇന്ത്യക്കാരെ നിയമനിർമ്മാണ സംവിധാനത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ കൗൺസിൽസ് ആക്ടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ 1861 കൗൺസിൽസ് ആക്ടിൽ കൃത്യമായി പരാമർശിച്ചിരിക്കുകയാണ് വൈസ്രോയ് എന്ത് ചെയ്യണം. അദ്ദേഹത്തിന്റെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് 3 ഇന്ത്യക്കാരെ നാമനിർദ്ദേശം ചെയ്യണം. അങ്ങനെ 3 ഇന്ത്യക്കാരെ നാമനിർദ്ദേശം ചെയ്യുന്നു. ആ 3 ഇന്ത്യക്കാർ ആരെല്ലാമാണ്? ആ 3 ഇന്ത്യക്കാര് രാജാ ഓഫ് ബനാറസ്, മഹാരാജ ഓഫ് പട്യാല, സർ ദിനകർ റാവു എന്നിങ്ങനെ 3 ഇന്ത്യക്കാരെ നാമനിർദ്ദേശം ചെയ്യുന്നു. അത് മാത്രമല്ല, നമ്മളുടെ വൈസ്രോയുടെ അധികാരങ്ങൾ ഡീസെൻട്രലൈസ് ചെയ്യുകയാണ്. അതായത് വൈസ്രോയുടെ കയ്യിലുള്ള സർവ്വവിധമായ നിയമനിർമ്മാണ, കാര്യനിർമ്മാണ അധികാരങ്ങളും ഒരിക്കൽ സെൻട്രലൈസ് ചെയ്യപ്പെട്ടതാണ്. അതൊരു പരാജയമാണെന്ന് തെളിഞ്ഞപ്പോൾ ആ അധികാരങ്ങൾ തിരിച്ചു നൽകുകയാണ്. അങ്ങനെ ബോംബെ, മദ്രാസ് എന്നീ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾക്ക് നിയമനിർമ്മാണത്തിനുള്ള അധികാരം നൽകുന്നു.
ബംഗാൾ, അതുപോലെ നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസ്, അതുപോലെ പഞ്ചാബ് എന്നീ പ്രവിശ്യകൾക്ക് പുതുതായി നിയമനിർമ്മാണ സഭകൾ അനുവദിക്കുക കൂടി ചെയ്യുന്നു. അതിന്റെ ഉദ്ദേശം എന്താണ്? നിയമനിർമ്മാണ സഭകളെ ശാക്തീകരിക്കുക എന്നുള്ളതാണ്. വൈസ്രോയ്ക്ക് ബിസിനസ് ട്രാൻസാക്ഷന് വേണ്ടി ചട്ടങ്ങൾ പുതുതായി നിർമ്മിക്കാനുള്ള അധികാരം നൽകുന്നു. ആദ്യമായി 1859 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന് അംഗീകാരം ലഭിക്കുന്നതും 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് പ്രകാരമാണ്. ആൻഡ് ഫൈനലി there was ordinance promulgation power provided for the Viceroy of British India, and the validity of the ordinance shall be 6 months എന്നുള്ളത് കൂടി 1861 കൗൺസിൽസ് ആക്ടിൽ പ്രതിപാദിച്ചിരുന്നു. So this end the discussion about the Councils Act of 1861. Now, is it clear for you? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? നമ്മൾ ഇന്ന് 3 നിയമങ്ങളാണ് പഠിച്ചത്. 1853 ചാർട്ടർ ആക്ട്, പിന്നീട് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ആൻഡ് ഫൈനലി വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861. ഓക്കെ, സോ ഈ 3 നിയമങ്ങളും നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അടുത്ത സെഷനിൽ വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892. ഓക്കെ, 1892 കൗൺസിൽസ് ആക്ട് മുതൽ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ദ ക്ലാരിറ്റി ഓഫ് ദിസ് പെർട്ടിക്കുലർ ഏരിയ. സോ we will meet in the next session. Thank you very much.